ആരും ബേസിക്കലി അസിസ്റ്റൻസ് ആകുമ്പോൾ ക്ലാപ്പ് എടുക്കുന്നത് പക്ഷെ ക്ലാപ്പ് എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്ന് ബേസിലിന്റെ അന്നേ മനസ്സിലായി. കാരണം ക്ലാപ്പ് എടുക്കുന്നവനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുക. അവൻ ഒറ്റ പടം ചെയ്താൽ മതി, ഒറ്റ പടം ചെയ്താൽ മതി, അവനെല്ലാം മനസ്സിലാവും. ഞാൻ വന്ന് നോക്കുമ്പോൾ വിനീത് കരയുന്നു. ഞാൻ ചെന്നവനെ മാമ എൻ്റെ മാസികല്ലേ കാണുന്നില്ല, ഇത് എവിടെയോ ആരോ വന്ന് കാണുന്നില്ല, എവിടെ പോയിന്ന് അറിയില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഞാനൊന്നും അറിയില്ലാത്ത ഭാവത്തിൽ സൈലൻ്റ് ആയിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. തിരാറ്റു ഞാനും ധ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിനീത് പുറകിലുണ്ടാവും. ഡയറക്ഷൻ ധ്യാൻ ചേട്ടൻ, പിന്നെ സംവിധാനം ധ്യാനായിരിക്കും. അപ്പോൾ അവിചാരിതമായിട്ട് വിനീതിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് പറഞ്ഞു. അത് ത്രൂ ഔട്ട് സബ്ജക്റ്റിലെ കുറേ ഇൻസിഡൻസും പിന്നെ അതിൻ്റെ അനന്തരഫലങ്ങളും പറഞ്ഞിട്ടപ്പോൾ വിനീത് പൊട്ടിപ്പൊടി ചിരിച്ചു, ഞാനും ചിരിച്ചു. അപ്പം ഞാൻ ഉടനെ കഴിഞ്ഞ് ഇത് നമുക്ക് ചെയ്താലെന്താ, അങ്ങനെ എടുത്ത തീരുമാനമാണത്. അപ്പം എന്താടാ കഥ എന്ന് ചോദിച്ചു. ഞാനൊരു 2 ലൈൻ പറഞ്ഞു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആരാ നിങ്ങളുടെ മനസ്സിലും ചോദിച്ചു. മനസ്സിലും ചോദിച്ചപ്പോൾ ബേസിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷേ നിങ്ങളെ മനസ്സിലാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ ഞാൻ കുറച്ച് മുമ്പേ ഒരു പടം കണ്ടു, എൻ്റെ മൊയ്തീൻ, അതിൽ ടൊവിനോ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്, ഉഗ്രനാന്ന് പറഞ്ഞു. ഞാനും കണ്ടു. അപ്പോൾ അവനും അതേ സമയത്ത് ഇവനോടുള്ള ഒരു അട്രാക്ഷനും ആ സിനിമ കണ്ട് ഇവന് ചെയ്യാന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ടൊവിനോ ഹീറോയി. നിങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ സിനിമാക്കാർ ഇപ്പൊ എണ്ണി നോക്കും. അറിയില്ല ഉണ്ടാവും, ഇപ്പൊ എണ്ണി നോക്കുമ്പോ 5 പേരായി. അങ്ങനെ അതിന് നിങ്ങൾ തന്നെ പത്രക്കാരനെ ഒരു ഇനീഷ്യേറ്റീവ് കണക്കെടുക്കുന്ന. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സംവിധായകൻ M. മോഹനൻ ആൻഡ് തിരക്കഥാകൃത്ത് രാകേഷ് മണ്ടോടി. വെൽക്കം. ഒരു ജാതകം രണ്ടുപേരുടെയും കോംബോല് വന്നു. ഈ പല കുടുംബങ്ങളും സിനിമയിലുള്ളവരെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ സിനിമാക്കാരുള്ള ഫാമിലിയാണ് എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ സിനിമാക്കാർ ഇപ്പൊ എണ്ണി നോക്കുമ്പോൾ. അറിയില്ല ഉണ്ടാവും, ഇപ്പൊ എണ്ണി നോക്കുമ്പോ 5 പേരായി അല്ലേ? അതിലും കൂടുതലുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. നമ്മൾ ആ കണക്ക് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ആരെയോ കേട്ടിരുന്നു മുമ്പ്. അപ്പൊ നോക്കുമ്പോ ഇവിടെ ഏകദേശം 5 ആളായി. സുകുമാരൻ ചേട്ടൻ, പൃഥ്വിരാജ്, നമ്മള് പൂർണിമ. അല്ല അങ്ങനെ അതിന് നിങ്ങൾ തന്നെ പത്രക്കാരനെ ഒരു ഇനീഷ്യേറ്റീവ് കണക്കെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല എത്രയും നാളായിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അതിപ്പോ നാച്ചുറലി ഇപ്പം ആ താല്പര്യത്തിന്റെ പുറത്ത് വരുന്നുണ്ട്. പിള്ളേർ പുതിയ വരുന്നുണ്ട്. ഇപ്പം കാലം മൊത്തത്തിൽ മാറി ഒരുപാട്. മാത്രമല്ല മലയാള സിനിമ ഈ കേരളത്തിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. ഇത്തവണ പല പല കോമ്പോലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശ്രീനിവാസൻ സാറും കൂടെ, അത് വിനീതേട്ടൻ്റെ കൂടെ, നിങ്ങൾ വിനീതേട്ടൻ്റെ കൂടെ. പക്ഷെ 2 മരുമക്കളും മാമനും കൂടെ ഒരു സിനിമ. എങ്ങനെയായിരുന്നു അനുഭവം? അല്ല അതൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയാം, അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഇപ്പം രാകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലിപ്പം എൻ്റെ ഈ പടത്തിന് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി പുറത്തേക്ക് വന്നതല്ലാതെ ഇവൻ എൻ്റെ എല്ലാ സിനിമകളിലും മീൻസ് മാണിക്കക്കല്ല് മുതൽ എൻ്റെ കൂടെ ഡിസ്കഷൻ ഇരിക്കാറുണ്ട്. തെറ്റുകളും അങ്ങനെ അവൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, മാറ്റാറുണ്ട്. മാണിക്കക്കല്ല് നമ്മൾ 2 പേരും ചൊമ്പാട്ടിൽ വീട്ടിൽ നിന്നിട്ടാണ് 1 ലൈൻ ഉണ്ടാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതുമയല്ല. പക്ഷേ ഒരു ഈ കോമ്പോയിൽ സിനിമ വരിക എന്നുള്ളത് നമുക്കൊരു സന്തോഷവും അതൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട്. കാരണം അത് മുമ്പ് അരവിന്ദിൻ്റെ ശ്രീനിയണ്ണും വിനീതും ഞാനും ഒരുമിച്ച്, അതിൻ്റെ പ്രൊഡ്യൂസർ പ്രദീപതിയറ, അത് ഭയങ്കര സന്തോഷത്തോടെ എന്നോട് പറയാറുണ്ട്. ഇവര് ആ സന്തോഷം എല്ലാ ദിവസവും പറയാറുണ്ട്. ഇപ്പം മാമന് ഇപ്പം നമ്മളിപ്പം പല രീതിയിൽ പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുമെങ്കിലും ചില ഇൻ്റർവ്യൂവിലൊക്കെ ചില കളിയാക്കലൊക്കെ ഉണ്ടെങ്കിലും മാമൻ നമ്മളെ ലൈഫിൽ, എൻ്റെയും വിനീതിൻ്റെയും ധ്യാൻ്റെയും ലൈഫിൽ, ഞങ്ങൾ 3 പേര് മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് കസിൻസ് ഉണ്ട്. ഇവരുടെയൊക്കെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തീരുമാനിച്ച അല്ലെങ്കിൽ വരുത്തിയ വ്യക്തിയായിരിക്കും. ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ കാര്യത്തിൽ എന്നെ ആദ്യം ഒരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത് മാമനാണ്. അത് എൻ്റെ ജീവിതത്തിനെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിനെ, ഞാൻ മറ്റുള്ളവരെ കാണുന്ന വിധത്തിന്. അത് മാത്രമല്ല പിന്നീടുള്ള എൻ്റെ ഓരോ എഡ്യൂക്കേഷൻ സ്റ്റേജിലും. അപ്പം നമ്മളെ തറവാടിൽ ബേസിക്കലി നമ്മളെ ഓരോ കസിൻസിൻ്റെയും പല കാര്യങ്ങളിലും മാമൻ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മയുടെ ഉൾപ്പെടെ കുറേ സിസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയനുമാണ്
ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മാമനുമാണ്. ഒരേ പക്ഷേ ഒരു മാമനാണോ? അല്ല, ഞങ്ങൾക്ക് വേറെ 2 മാമനുണ്ട്. പക്ഷേ ഇതാണ് Last ഇളയ മാമൻ. ഈ വ്യക്തിയാണ് ഞങ്ങളുടെ ഫേവറേറ്റ്. നമ്മുടെ ഇപ്പത്തെ വൈബ് മാമൻ എന്ന് പറയാൻ അതെ അതെ അതെ. പറ്റും. പിന്നെ അത്ര വയസ്സൊന്നുമില്ല, അതുകൊണ്ട് നമ്മളെ മരുമക്കളുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലാത്ത മാമനാണ്. അപ്പൊ നമുക്ക് നമ്മളെ മൂത്ത മാമനൊക്കെ കുറച്ച് ഏജ്ഡ് ആണ്. അമ്മാവൻ. അതെ, അതും അമ്മാവൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. നമ്മള് അടുത്തായതുകൊണ്ട് കൂടെ നമ്മൾ അടുത്ത ഇടപെടുന്നത് കൂടുതലാണ് നമ്മളെ പിള്ളേരായിട്ട്. അങ്ങനെയുള്ളൊരു അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഈ സിനിമയിലേക്ക് വന്നപ്പോ കണ്ണൂര് നിങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ചില്ല, സ്വന്തം നാട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ എത്തിയപ്പോ എന്ത് പറ്റി അങ്ങനെ എഴുതാം എന്ന് കരുതി? അങ്ങനെ കംപ്ലീറ്റ്ലി കണ്ണൂര് സിനിമ. രാകേഷിനൊക്കെ തിര വേറെ സ്ഥലമായിരുന്നു, അതാ ഉദ്ദേശം. പിന്നെ മോനെണ്ണാണെങ്കിലും എല്ലാം ഞാനും അങ്ങനെയാണ്. ആർക്കും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നാട് ഉപയോഗിച്ചിട്ടില്ല. മാണിക്കല് പാലക്കാടായിരുന്നു അല്ലേ? അതെ, മണികയിൽ എവിടെയും സ്ലാങ്ങോ ഒന്നും വന്നിട്ടില്ലല്ലോ. അതല്ല, ഇതിനൊരു കാരണമുണ്ട്, അത് എഴുത്തുകാരൻ തന്നെ പറയട്ടെ. അല്ല, അതിപ്പം അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന തീരുമാനമായിരുന്നില്ല. ഇപ്പം ഇതിന് നമ്മൾ കൂട്ടായ ചർച്ചയിൽ, ഇപ്പോൾ ഡയറക്ടറായാലും വിനീതായാലും നമ്മളെല്ലാവരും കൂടി ചർച്ചയിൽ നമുക്കൊരു ആ ഭാഷ പിടിക്കാം, ആ ഭാഷയിൽ കുറച്ച് ഹ്യൂമറുകൾ കിട്ടും എന്നുള്ളൊരു കൂട്ടായ തീരുമാനമായിരുന്നു. അപ്പം ഓരോ സിനിമയും ഓരോ എന്താ പറയുക, ആ സമയത്ത് കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അല്ലാതെ നമുക്കിന്ന് ആദ്യം തന്നെ വാശി കാണിക്കുക, ഇത് ഇന്നേ സ്ഥലത്ത് ചെയ്യണം, ഇത് ഇന്നേ ഭാഷ ഉപയോഗിക്കണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പം മാമനായാലും ഇപ്പം ഞാനൊരു ഐഡിയ പറഞ്ഞു, അല്ലെ എൻ്റെ ടീം, എൻ്റെ കോ-റൈറ്റർ, എനിക്കൊരു കോ-റൈറ്റർ സജീഷ്, അപ്പോൾ നമ്മളെല്ലാവരും ഒരു തീരുമാനം. പക്ഷെ മാമനത് വർക്കായിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത് വിനീതിനത് വർക്കായിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക്. അപ്പോൾ എല്ലാവരും കൂടി എടുത്ത് ഒരു തീരുമാനം ഇങ്ങനെയായിരുന്നു, ഓക്കെ നമുക്ക് കണ്ണൂർ തലശ്ശേരി ഇത് ചെയ്യാം. അപ്പോൾ അതിൽ കുറച്ച് എന്താ പറയുക, അതിന് സാധ്യതകളുണ്ട്. ആ തീരുമാനത്തിൻ്റെ പുറത്ത് നമ്മളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം. അതെ, കണ്ണൂര് സ്ലാങ്ങിന്റെ ആ തമാശകൾ നന്നായി അത് വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു കഥ ഫുള്ളായിട്ട് വിനീതായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈ ഇരുന്നതാണ്. അപ്പോൾ അത് എൻ്റെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ രാകേഷ് എനിക്കൊന്ന് 2013 മറ്റോ ഇവൻ വേറൊരു പ്ലോട്ട് അവിടെ വടകര ഇരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവിചാരിതമായിട്ട് വിനീതിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് പറഞ്ഞു. അത് ത്രൂ ഔട്ട് സബ്ജക്റ്റിലെ കുറേ ഇൻസിഡൻസും പിന്നെ അതിൻ്റെ അനന്തരഫലങ്ങളും പറഞ്ഞപ്പോൾ വിനീത് പൊട്ടിപ്പൊടി ചിരിച്ചു, ഞാനും ചിരിച്ചു. അപ്പം ഞാൻ ഉടനെ കഴിഞ്ഞ് ഇത് നമുക്ക് ചെയ്താലെന്താണെന്ന് ചോദിച്ചു. അങ്ങനെ എടുത്ത തീരുമാനമാണത്. അതായത് ഞാനും മാമനും കൂടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. ഞങ്ങളിവിടെ കൊച്ചിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് കോഴിക്കോടായിരുന്നു താമസം. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് വിനീതിന് വേണ്ടിയിട്ട്, സുബൈർക്കൊക്കെ വേണ്ടിയിട്ട്, ഇതിൻ്റെ പ്രൊഡ്യൂസർ സുബൈർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഞങ്ങൾ ഫുള്ള് വർക്ക് ചെയ്തു. വിനീതിനെ കണ്ടു, മാമൻ പറഞ്ഞ പോലെ. അപ്പോൾ വിനീതിനത് ഫസ്റ്റ് ഹാഫ് വർക്കായി, സെക്കൻഡ് ഹാഫ് വർക്കായില്ല. അപ്പോൾ വിനീത് പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാം ആലോചിച്ച് നോക്കിയപ്പോൾ നമുക്ക് ആർക്കും സെക്കൻഡ് ഹാഫ് വർക്കായില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ വിനീതിൻ്റെ ഫ്ലാറ്റിൽ യാദൃശ്ചികമായിട്ട് നമ്മൾ ആ സെക്കൻഡ് ഹാഫ് ഒന്ന് മാറ്റി വർക്ക് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചിരുന്നു. പിന്നെ നിങ്ങളെ നാട്ടുവിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഇവന് ഓർമ്മ വന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്നാൽ ഇത് വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞു. തലശ്ശേരി ഭാഷയിൽ തന്നെ ഇവൻ പറയുന്നത്, ഇവന് ആർട്ടിസ്റ്റ് പറയുന്ന അതേ ഇത് ടോണിൽ തന്നെ ആ ഒരു പ്രസൻറ്റേഷൻ തന്നെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര രസമായി തോന്നി. അപ്പോൾ അതെന്തായാലും ഇത് തിയേറ്ററിലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യണം. പിന്നെ ഇവൻ്റെ ടീമായിട്ടിരുന്നു. അങ്ങനെ ഒരു യാദൃശ്ചികത തന്നെയാണ് സംഭവിച്ചത്. എങ്ങനെയാ മലർവാടിയും തട്ടവും ഒക്കെ ചെയ്ത് വെച്ചത് വിനീതേട്ടനെ കൊണ്ട് തിര ജയിക്കുന്നത്? ഇന്നും വിനീത് ശ്രീനിവാസന്റെ ഫിലിമോഗ്രാഫിയിൽ ഞങ്ങൾ കുറേ പേരെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം തിര. വിനീതേട്ടൻ കേൾക്കണ്ട, പക്ഷെ അങ്ങനെയാണ്. അല്ല, അതിപ്പം വിനീത് അതിന്റെ അർത്ഥം വിനീത് മറ്റുള്ള സിനിമകൾ നമുക്ക് മോശമാണെന്ന് അല്ല. പക്ഷെ ഇഷ്ടം എന്ന് പറയുന്നത് ചിലർക്ക് അത് എനിക്ക് തോന്നുന്നു അവര് ഒരു മോഹിപ്പിച്ചിരുന്നു. രണ്ടാം വകുപ്പ് എന്റെ നാട്ടിലെ പിള്ളേരൊക്കെ ഉണ്ട്, ചെറിയ പിള്ളേരൊക്കെ, എൻ്റെ മരുമക്കള് ഷിറീൻ്റെ ഒക്കെ ഉള്ള പിള്ളേർ, അവരെൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും തിര 2 തിര 3 എന്നൊക്കെ പറഞ്ഞ് എവിടെയാണെന്ന് ചോദിക്കും. ഇപ്പൊ എല്ലാ ചാനലുകാരും ഫസ്റ്റ് ചോദിക്കുന്നതാണ് തിര 2 എവിടെയാന്ന് ചോദിക്കുന്നത്. അത് കൊടുക്കണ്ടേ? അത് മോഹിപ്പിച്ചൊന്നുമല്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് വിനീത് അതുവരെ ചെയ്ത് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ സിനിമ ആയതുകൊണ്ടാണ് എല്ലാവരും ഇത് പറയുന്നത്. അല്ലാണ്ട് അതൊരു ഭയങ്കര വിനീത് ചെയ്ത ഏറ്റവും മികച്ച സിനിമയാണെന്ന് ആയതുകൊണ്ടായിരിക്കില്ല. കാരണം അത് മറ്റുള്ള എല്ലാ ജോണറിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമ. അങ്ങനെ ഒരു സിനിമ മലയാളത്തിലും ആദ്യം തന്നെ ഓൾമോസ്റ്റ് അല്ലേ ആ ഒരു പരിപാടി, ആ സബ്ജക്റ്റിന്റെ പ്രാധാന്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അന്നത്തേക്കാളും കൂടുതൽ
ആ പ്രശ്നങ്ങളിൽ നിന്ന് അതെ, ഇരുന്നുണ്ട്. ഈ സമൂഹത്തിൽ നല്ല ഈ ലോകത്ത് മൊത്തം ഉണ്ട്. അതെ അതെ. എപ്പോഴും നിലനിൽക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണത്. അപ്പം പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു റൺ അതിന് കിട്ടിയില്ല. കാരണം അത് നമ്മളെ പേഴ്സണൽ സെൽഫിഷ് മോട്ടീവായാലും, ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് ഓടണം എന്നുള്ള സെൽഫിഷ് മോട്ടീവായാലും, അതിൻ്റെ കണ്ടൻറ്റ് ലോകം മുഴുവൻ എത്തണം, എന്നിട്ട് അതിനൊരു ക്ലാരിറ്റി, ഒരു ചുറ്റുമുള്ള ആളുകളുടെ ഒരു എന്താ പറയുക, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ഈ രണ്ട് മോട്ടീവാണ് അതിനുണ്ടായിരുന്നത്. ഒന്ന്, ഓഫ് കോഴ്സ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് ഓടുക. രണ്ട്, ഇതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ അതിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്തേണ്ടടുത്ത് എത്തിയില്ല എന്നുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്. അപ്പം വിനീതിനെ കൺവിൻസ് ചെയ്ത് ബേസിക്കലി അതിന് മുമ്പേ തട്ടം കഴിഞ്ഞിട്ട് ഞാനും വിനീതും ഒരു പ്ലാൻ ചെയ്തൊരു സ്പോർട്സ് ഡ്രാമയായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഓൾമോസ്റ്റ് അറ്റത്തെത്തിയതാണ്. അറ്റത്തെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ ഒരു വുമൺ അത്ലീറ്റിൻ്റെ സ്റ്റോറി ആയിരുന്നു, റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു, ഒരു റിയൽ വുമൺ അത്ലീറ്റിൻ്റെ കഥയായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്തു. പക്ഷെ ആ സമയത്താണ് വേറൊരാൾ, വിനീതിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പിന്മാറുകയും ചെയ്തു. അങ്ങനെ അതും ഒരു ആക്സിഡൻ്റൽ സബ്ജക്റ്റാണ് തിര. അപ്പോൾ വിനീതിന് അതുവരെ ചെയ്തു പോന്നിരുന്ന ഒരു സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തത വേണമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്നപ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചു. പക്ഷേ അതിൻ്റെ തിയേറ്റർ റണ്ണിൻ്റെ ഒരു പ്രശ്നം കാരണം വിനീത് പിന്നെ എന്താ പറയുക, ആ ഒരു എക്സ്പെരിമെൻ്റൽ പിന്മാറുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴും വിനീതിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണെന്ന് എനിക്ക് തോന്നാറില്ല. പക്ഷേ വിനീത് എല്ലാ സിനിമകളും ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമകളും അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ സിനിമകളും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത ആളുകൾ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം തിരയാണ് അവൻ ചെയ്ത ഏറ്റവും മികച്ച സിനിമ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതൊരു ഗുഡ് അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. കുറേ ആളുകളിൽ എത്തിയിരുന്നെങ്കിൽ അത് കുറേ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു. തിര 2, തിര 3 ആലോചിച്ചിരുന്നു. പക്ഷെ എല്ലാം അന്നങ്ങ് നിന്നു പോവുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് ശരിക്കും ഈ കഥ ആലോചിക്കുന്നത് രാകേഷ് ഏട്ടൻ? അത് ആക്ച്വലി ഞാനും വിനീതും ധ്യാനും ചെന്നൈയിലെ ബെസന്റ് നഗർ ബീച്ചിലിരുന്നിട്ട്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടല്ലോ സ്പോർട്സ് ഡ്രാമ, അത് നിന്നുപോയി. അപ്പം ഞങ്ങൾ 3 പേരും ഇരുന്നിട്ട് ഒരു ലെബനീസ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോഴാണ് വിനീത് പറയുന്നത്, പക്ഷേ എനിക്കൊരു ആക്ഷൻ ത്രില്ലർ സാധനം ചെയ്യണമെന്നുണ്ട്, അടുത്തത് അങ്ങനെ ആയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ചില തോട്ടുകളുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് പറയാം. അപ്പം ധ്യാനും ചില ഇൻപുട്ടുകൾ തന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിനീതിനൊന്ന് കാണുകയാണ്. വിനീതിനോട് പറഞ്ഞു, വിനീത് ഇങ്ങനത്തെ ഒരു തോട്ടുണ്ട്, ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പറഞ്ഞു. അപ്പം നമ്മളത് ബേസ് ചെയ്ത് ബേസിക്കലി സൊമാലിയ എന്ന് പറഞ്ഞ ഒരു കംബോഡിയൻ ആക്ടിവിസ്റ്റിനെയും പിന്നെ സുനിത കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട് ഒരു മലയാളിയായിട്ടുള്ള, അതെ, ഇവർ ബേസിക്കലി ഒരുപാട് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേരിലൂടെയാണ് നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ വിനീത് ഭയങ്കര വർക്കായി. വിനീത് പറഞ്ഞു നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 വ്യക്തികളോടുള്ള ബേസിക്കലി ചിലപ്പോൾ ഒരു ആരാധനയായിരിക്കാം. പിന്നെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു കൊയ്രാള എന്ന് പറഞ്ഞിട്ട് നേപ്പാൾ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ നേപ്പാൾ ബോർഡറിലൊരു സ്ത്രീ. അവർ ഒരു 11,000 മിനിമം ഒരു 11,000 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കുക, അവർക്കൊരു പുതിയ ജീവിതം കൊടുക്കുക, അവരെ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ചിലപ്പോൾ ആ ഇൻസ്പിറേഷൻ ആയിരിക്കാം വിനീതനും എന്നെയൊക്കെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അതിലേക്ക് ഇറങ്ങി. അത് ഞങ്ങളെ ആക്ച്വലി തിര 1, തിര 2, തിര 3 എന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത്. കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടോ? സ്ക്രിപ്റ്റ് ഇല്ല, പക്ഷെ ഞങ്ങളുടെ അടുത്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു. 2-ന്റെയും 3-ന്റെയും കണ്ടന്റ് ഉണ്ടായിരുന്നു. ഒരു പ്രോപ്പർ സ്റ്റോറി എങ്ങനെ പിന്നെ ഫോളോ ചെയ്യണം എന്നുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതില് ചിലപ്പം അത് നടക്കും. തിരാറ്റു ഞങ്ങൾ ആക്ച്വലി ഞാൻ പറയാം, തിരാറ്റു ഞാനും ധ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിനീത് പുറകിലുണ്ടാവും. ഡയറക്ഷൻ ധ്യാൻ ചേട്ടൻ, പിന്നെ സംവിധാനം ധ്യാനായിരിക്കും. ഞാൻ എഴുത്തുണ്ടാവും. വിനീത് അതിന്റെ എല്ലാ കാപ്പബിലിറ്റീസിലും, വിനീത് അതിന്റെ എല്ലാ രീതിയിലും പുറകിലുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഇയർ. അന്ന് ധ്യാൻ ചേട്ടനെ നായകനാക്കുന്നത് എങ്ങനെയായിരുന്നു? ധ്യാനെ നായകനാക്കുന്നത് ആക്ച്വലി ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു
ധ്യാൻ ആ സമയത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ധ്യാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അതെ 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 അതെ. പക്ഷെ ഇവൻ ഇതാരെയും കാണിച്ചില്ല. അപ്പോൾ ഇവൻ്റെ ലാപ്ടോപ്പിൽ നിന്ന്, ധ്യാൻ്റെ ലാപ്ടോപ്പിൽ നിന്ന്, വിനീതിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എനിക്കറിയില്ല, വിനീത് ഇത് കണ്ടു, വിനീത് എന്നെ കാണിച്ചു. പക്ഷേ ഇത് ഇവൻ കൊള്ളാമല്ലോ ഇവൻ. അപ്പം അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഒരു പ്ലാൻ ഇട്ടു. എന്നിട്ട് വിനീത് ഇവനടുത്ത് പറയാനുണ്ടായത് അടുത്ത സിനിമ നിന്നെ വെച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തത്. അതൊരു അതെ ഷോർട്ട് ഫിലിം എന്നാണ്. ആ ഷോർട്ട് ഫിലിമാണ് എൻ്റെ ബേസിലേട്ടനെ പറ്റി ഈ തിരേന്റെ ലൊക്കേഷനിൽ ഒരു കഥ പറഞ്ഞു. ഏത് ഫോട്ടോ ശോഭന മാമിന്റെ കൂടെ വിനീതേട്ടുണ്ടോ അതിലൊക്കെ ഉണ്ടാവും ബേസിലേട്ടൻ. അന്നത്തെ ക്ലാപ്പ് എങ്ങനെ ഓർക്കണേ അന്ന്? അത് പിന്നെ ഗോതയിൽ നിങ്ങൾ ഒന്നിക്കുക. ബേസിൽ എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ വിനീത് തിരയിൽ കുറച്ച് അസിസ്റ്റൻസ് തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗണേഷ് രാജ് ഇവൻ്റെ തട്ടത്തിന് മരത്തിന് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഗണേഷിൻ്റെ വിചാരം ഗണേഷ് ഭയങ്കര വിനീതിൻ്റെ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ ഗണേഷ് കുറച്ച് ആളുകളെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന 2 ആളുകളാണ്, ഒന്ന് അഭിനവ് സുന്ദർ നായിക്കും, ഒന്ന് ബേസിലും. പക്ഷെ ഇവൻ്റെ വിചാരം ഇവൻ തിരക്ക് ഇവൻ സ്വയം കരുതിയ ടൈറ്റിൽ എന്താണെന്നറിയോ? ചീഫ് ഓഫ് അസിസ്റ്റൻസ്. അതായത് 3 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഒന്ന് ബേസിൽ, അഭിനവ്, ഇവൻ. പക്ഷെ ഇവൻ അതിൻ്റെ ചീഫായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആയിരുന്നില്ല. ബേസിൽ പ്രിയംവദ കാതരയാണ് എന്ന് പറഞ്ഞ് ഷോർട്ട് ഫിലിം വിനീതിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിനീതും ഞാനും വിനീതിൻ്റെ ഫ്ലാറ്റിൽ ഇരുന്ന് ഇത് കാണുക. അപ്പോൾ വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇരാച്ചേട്ടാ ഇവൻ കൊള്ള, ഇവൻ ആൾ ഉഷാറാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ചിരിച്ചിട്ടാണ് ആ ഷോർട്ട് ഫിലിം കണ്ടത്. പിന്നെ അങ്ങനെയാണ് ബേസിലിനെ ഇതിലെടുക്കുന്നത്. അപ്പോൾ ബേസിൽ ആക്ച്വലി ഇതിൻ്റെ ക്ലാപ്പായിരുന്നു. അപ്പോൾ അവൻ ആരും ബേസിക്കലി അസിസ്റ്റൻസ് ആകുമ്പോൾ ക്ലാപ്പ് എടുക്കുന്നത് പിന്നെ പക്ഷെ ക്ലാപ്പ് എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്ന് ബേസിലിന് അന്നേ മനസ്സിലായി. കാരണം ക്ലാപ്പ് എടുക്കുന്നവനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുക. അവൻ ഒറ്റ പടം ചെയ്താൽ മതി, ഒറ്റ പടം ചെയ്താൽ മതി. അവൻ ഷോർട്ടൊക്കെ മാർക്ക് ചെയ്തതിന് ഷോർട്ട് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ അത് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും. പിന്നെ ആക്ടേഴ്സുമായിട്ട് പിന്നെ അപ്പം ബാക്കിയുള്ള മണ്ടന്മാരൊക്കെ കോസ്റ്റ്യൂംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ആ ഫ്രണ്ട് ഏരിയയിൽ ഉണ്ടാവുമല്ലോ. ഇവനാണെങ്കിൽ ക്യാമറാമാനുമായിട്ടും ഡയറക്ടറുമായിട്ടും എല്ലാവരായിട്ടും ഇവനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇവനാണ് റിപ്പോർട്ട് ഉണ്ടാക്കുക, ഇവനാണ് ഫസ്റ്റ് ഷോട്ട് മനസ്സിലാവുക. ബേസിൽ ആ ഒറ്റ പടം മതിയായിരുന്നു. അങ്ങനെ എഡിറ്റിംഗ് റിപ്പോർട്ടിൽ തയ്യാറാക്കിയ ഇവരായിരുന്നല്ലോ. പിന്നെ ബേസിൽ നേരെ സ്വിച്ച് ചെയ്തു. ബേസിൽ ആ സമയത്ത് ഇൻഫോസിസിൽ വർക്ക് ചെയ്യായിരുന്നു. ബേസിൽ എനിക്ക് തോന്നുന്നു പിന്നെ കുഞ്ഞിരാമേണം ദീപ് ഇത് ചെയ്തു. എന്നിട്ട് അവരൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വിനീതിന് സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കേണ്ടായത് കുഞ്ഞിരാമേണം. അങ്ങനെ കുഞ്ഞിരാമേണം വിനീതും ധ്യാനും ചെയ്യാൻ തീരുമാനിച്ചത് ബേസിലിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് ഗോതയിലേക്ക് വരുന്നത്? ഗോതയുടെ ഒരു ആലോചന വരുന്നത് കുഞ്ഞിരാമേണൊക്കെ ഇപ്പൊ ബേസിൽ നമുക്ക് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലുള്ള സമയത്ത് ഞാനിങ്ങനെ ഓരോ സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട്, അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു വിശ്വജിത്ത് ക്യാമറാമാൻ, നമ്മളെ ഒരു ജാതിൻ്റെ ക്യാമറാമാനും, പിന്നെ ആനന്ദ് സി ചന്ദ്രനും, മറ്റേ ഇതിൻ്റെയൊക്കെ പ്രേമം നിങ്ങളുടെ ആനന്ദമൊക്കെ. അതെ. അപ്പം ആനന്ദിനടുത്ത് ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നു. പിന്നെ ആനന്ദ് ഇടയ്ക്ക് ചെന്നൈയിൽ വരും. അപ്പോൾ ആനന്ദ് പോയിട്ട് കൊച്ചിയിൽ നിന്ന് ബേസിലെടുത്ത് പറയാണ്, എടാ രാജേഷിനടുത്ത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, നീ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബേസിലിൻ്റെ ഗേൾഫ്രണ്ട്, അപ്പോൾ ഇപ്പോഴത്തെ വൈഫ് എലി അന്ന് ചെന്നൈയിലായിരുന്നു. അപ്പോൾ ബേസിൽ എലീനെ കാണാൻ വന്നപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് രാഷ്ട്രീയ ഇങ്ങനെ സംഭവം കൊണ്ട് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കഥ പറഞ്ഞ്. അപ്പോൾ കഥ കേട്ട് അവൻ പറഞ്ഞ് ഞാൻ നാളെ പറയാമെന്ന് പറയും. പിറ്റേ ദിവസം പറഞ്ഞ് നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. നേരെ ഞാനും ബേസിലും സാരേ ചേട്ടൻ E4 എൻ്റർടൈൻമെൻറ്റ്, ബേസിൽ നേരത്തെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു, ഡീലുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയി സാരേ ചേട്ടൻ എന്താ കഥ എന്ന് ചോദിച്ചു. സാരചേട്ടനെ നമ്മളെ ഇതൊക്കെ അറിയാം. സാരചേട്ടൻ ശ്രീനേട്ടനായിട്ടൊക്കെ ഭയങ്കര ബന്ധമുള്ള ആളാണ്. അപ്പം എന്താടാ കഥ എന്ന് ചോദിച്ചു. ഞാനൊരു 2 ലൈൻ പറഞ്ഞു. നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആരാ നിങ്ങളുടെ മനസ്സിലെന്ന് ചോദിച്ചു. മനസ്സിലും ചോദിച്ചപ്പോൾ ബേസിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷേ നിങ്ങളെ മനസ്സിലാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ ഞാൻ കുറച്ച് മുമ്പേ ഒരു പടം കണ്ടു, എൻ്റെ മൊയ്തീൻ, അതിൽ ടൊവിനോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്, ഉഗ്രനാന്ന് പറഞ്ഞു. ഞാനും കണ്ടു. അപ്പോൾ അവനും അതേ സമയത്ത് ഇവനോടുള്ള ഒരു അട്രാക്ഷനും ആ സിനിമ കണ്ട് ഇവന് ചെയ്യാന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ടൊവിനോ ഹീറോയി. അപ്പോൾ എന്താണെന്നും എല്ലാ പിന്നെ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ടൊവിനോൻ്റെ നായകനാക്കിയിട്ട് സാരേ ചേട്ടൻ ഓൾറെഡി ഗപ്പി എന്ന് പറയുന്ന സിനിമ പ്ലാനിങ്ങിലായിരുന്നു.
അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒരു ഷൂട്ടൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു നമ്മൾ എൻ്റെ മുമ്പേ. അപ്പോൾ ബേസിക്കലി സാരഥ് ചേട്ടനാണ് അന്ന് എന്താ പറയുക ബേസിലിന് മാത്രമേ അന്ന് വിലയുള്ളൂ. കുഞ്ഞിരാമായണം ഹിറ്റായ സമയത്താണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് തിര കഴിഞ്ഞ സമയത്താണ്. പിന്നെ ടോവി ഇത് ചെയ്തുകൊണ്ടിരിക്കും ആയിട്ടില്ല. സാരഥ് ചേട്ടൻ 2 സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സാരഥ് ചേട്ടൻ്റെ അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. സാരഥ് ചേട്ടൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാർക്കറ്റോ വാല്യൂ ഒന്നും നോക്കാണ്ട് ഇറങ്ങും. അങ്ങനെ സിനിമ ചെയ്തു. ഗപ്പി അല്ല ഇത് ഗോദ വിജയിച്ചു. ഇങ്ങനെയാണ് ഗോദ സംഭവിക്കുന്നത്. ഗോദയിലെ ഒരു സീൻ, എനിക്ക് ഒരുപാട് സീനുകളുണ്ട്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ രഞ്ജിച്ചേട്ടൻ ബാത്റൂമിലുള്ളപ്പോൾ ഇവർ പ്രപ്പോസ് ചെയ്യുന്നതും പിന്നെ അങ്ങോട്ട് നടന്നു വന്ന് പറയുന്നുണ്ടല്ലോ, നിന്റെ അമ്മ എന്നെ അന്ന് പ്രപ്പോസ് ചെയ്തത്. നല്ല രസം. അത് റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു സീനാണ്. എങ്ങനെയാ അത് ആലോചിക്കണേ? ഇല്ല ഇതിപ്പോ ഭയങ്കര ഭംഗി. എനിക്കെന്തോ പേഴ്സണൽ ഫേവറേറ്റാ. ഞാൻ കുറെ ഒരു എന്താ പറയുക, ഇത് ആക്ച്വലി ഗോദ എന്ന് പറയുന്നത് ആക്ച്വലി 2 ബേസിക്കലി ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നിന്ന് ജക്സ്ചപ്പോസ് ചെയ്തതാണ്, കമ്പൈൻ ചെയ്തതാണ്. ഒന്ന് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള കുറേ റെസ്ലേഴ്സ്. കോഴിക്കോട് പണ്ട് റെസ്ലിംഗ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പം ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ ഒരു സമയത്ത് ഇവരൊക്കെ വൈകുന്നേരം മാർക്കറ്റിലൊക്കെ വന്നിരിക്കും, പഴയ കഥകളൊക്കെ പറയും. വൺസ് അപ്പോൺ എ ടൈം നമ്മൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പല കഥകളൊക്കെ പറയും. അവരുടെ ഒരു നൊസ്റ്റാൾജിയ. ഇത് ഞാൻ വായിച്ചിരുന്നു, സൺഡേ സപ്ലിമെൻ്റോ ഏതോ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. ഇതേ സമയം പഞ്ചാബിൽ ഒരു മെയിൽ റെസ്ലേഴ്സ്, ഒരുപാട് മെയിൽ റെസ്ലേഴ്സുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടി. ആ പെൺകുട്ടി ഈ ഫീമെയിലിനോടുള്ള ഈ പ്രശ്നം കാരണം ഈ ഇവളെ റെസ്ലർ ആവാൻ സമ്മതിക്കാത്ത ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി അവിടുന്ന് ആ കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. എന്നിട്ട് ഏതോ ഒരു കോളേജിൽ പോയി പഠിച്ചിട്ട് അവിടുത്തെ ഏതോ ഒരു കോച്ചിനെ സ്വയം കോച്ചായി വരിച്ചിട്ട് എന്നിട്ട് അതിന് ശേഷം റെസ്ലറായി മാറുന്ന കഥയായിരുന്നു. ഇത് 2 കമ്പൈൻ ചെയ്തതാണ് ബേസിക്കലി ഗോദ. അതായത് ഒരു കോച്ചിന് ആവശ്യമുള്ള ഒരു പെൺകുട്ടിയും ഒരു ശിഷ്യയെ അല്ലെങ്കിൽ ശിഷ്യനെ ആവശ്യമുള്ള ഒരു കോച്ച്. ഇത് രണ്ടും 2 നാടിൻ്റെ ഇതിൻ്റെ ഇടയിലാണ് ബാക്കിയെല്ലാം വന്നത്. അപ്പോൾ ബാക്കിയെല്ലാം അങ്ങ് സംഭവിച്ചു പോയി. എന്തൊരു ഭംഗിയായിട്ട് അതിൽ എല്ലാ കാസ്റ്റിങ്ങും എല്ലാം അത്രയും രസം. കോമഡികളല്ലേ, സോങ്ങും എല്ലാം. അതിന് ഏറ്റവും മികച്ച പറയാനുള്ള ഷാന്റെ സോങ്സ് ആണ്. പിന്നെ ഞാൻ ഇന്നിപ്പോ വരുമ്പോ വരെ നമ്മൾ അടിപൊളി. അതുപോലെ ആ കോമഡി വർക്ക് കുഞ്ഞിരാമായണത്തിലെ പോലെ ഈ ബിജുക്കുട്ടൻ ഇവരുടെ ടീമിനെയൊക്കെ ജഗതിച്ചേട്ടന് വളയോ ലാലേട്ടനല്ലേ വളയോ എന്നൊക്കെ ചോദിക്കും. ഇവർ മാച്ചിന് പോകുമ്പോൾ ഡാൻസേഴ്സിന്റെ കോസ്റ്റ്യൂം ഇടുന്നു. അത് ആക്ച്വലി അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മള് പിഷാരടി ചേട്ടൻ്റെ. പിഷാരടി ചേട്ടൻ ഞങ്ങൾ പിന്നെ അതിലൊരു റോള് ചെയ്യാൻ ക്ഷണിക്കാൻ പോയതാണ്. ക്ഷണിക്കാൻ പോയപ്പോൾ മൂപ്പർ പറയും ഞാൻ എന്തായാലും വരില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതിൽ ശ്രീജിത്ത് രവി ചേട്ടൻ ചെയ്ത് റോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മൂപ്പർ പറഞ്ഞു ഞാൻ എന്തായാലും വരില്ല. പിന്നെ കുറച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ എന്താ കഥ എന്നൊക്കെ ചോദിച്ചു, കഥ പറഞ്ഞു. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞതാണ് ഈ മാച്ചിന് നമുക്ക് ഡാൻസേഴ്സിന്റെ കോസ്റ്റ്യൂംസ് ഇടാം. അങ്ങനെ ഈ മരുമക്കളുടെയൊക്കെ കുട്ടിക്കാലം ഞങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഏറ്റവും പാവം മരുമകനായിരുന്നു ഒരു വിവാദ ചോദ്യം. അല്ല ഇവന് 2 വിനീത് ഇവനും ഏകദേശം എനിക്ക് ഒരേ ടൈപ്പാണ്. ധ്യാൻ എന്ന് വെച്ചാൽ കുരുത്തക്കേടുകളും പുറത്ത് കാണിക്കാണ്ട് ഇങ്ങനെ കളിക്കാൻ കൊടുത്തില്ല. ഇവൻ പൊതുവെ സൈലൻ്റ് ആണ്, കുറച്ച് ഉള്ളിൽ പേടിയൊക്കെ ഉള്ള കൊടുത്തില്ല. അങ്ങനെ പുറത്തൊക്കെ അങ്ങനെ. വിനീത് പിന്നെ പാട്ടും ഇതെല്ലായിട്ടുള്ള ഇങ്ങനെ പോകുന്നതാണ്. ധ്യാൻ പണ്ടേ ക്രിക്കറ്റ് കളിയെല്ലായിട്ടുള്ള ഒരു. എനിക്ക് രസകരമായ സാധനം എന്ന് പറയുന്നത് ഇവർ കുറച്ച് വലുതായതിൻ്റെ ശേഷം അന്ന് ഈ പഠിക്കുകയാണോ എന്നറിയില്ല, ഇവരെപ്പോഴും വിനീത് വന്നു കഴിഞ്ഞാലൊക്കെ വീട്ടിലിരുന്നിട്ട് എപ്പോഴും ഇങ്ങനെ സിനിമ ചർച്ചകളായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഞാനിവരെ ഡ്രോപ്പ് ചെയ്യും. ഞാൻ വീട്ടിൽ നിന്ന് കാറെടുത്ത് ഇവരെ വിനീത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഞാൻ പോകാൻ എവിടെയെങ്കിലും പോകും. തിരിച്ചും വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ ധ്യാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു. ധ്യാനം ചെറുതാണ്, ഞാൻ ചെന്നൈയിലേക്ക് മാറിയിട്ടില്ല. എനിക്കൊന്ന് നീ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അപ്പോൾ അന്നേരം ഇവൻ ധ്യാൻ ഇങ്ങനെ വെറുതെ പുറത്തിങ്ങനെ ഇരുന്നു, മുഖം ഇങ്ങനെ ഭയങ്കര വിഷമം. ഞാൻ എന്താ അവനെ പറ്റിയത്? 2 കൊണ്ട് അകത്തിരുന്നിട്ട് ചർച്ച ചെയ്യുന്നു. ഞാൻ പറ്റൂല ഒരു ഞാൻ ചെല്ലും ഇവർ പൊരിഞ്ഞ സിനിമ ചർച്ച. ഞാൻ ഇവരോട് രാജ് എന്താ ഓനെ പിടിച്ച് പുറത്തിട്ട് നിങ്ങളത്തെ പണിയെടുക്കുന്ന അവനെ. അന്നേരം ഓനോ
നമ്മളിങ്ങനെ സീരിയസ് വെച്ചാൽ മോൻ എന്തെങ്കിലും ഇങ്ങനെ തോണ്ടിയിടും, അതുകൊണ്ട് ധ്യാന ഭയങ്കര കുരുത്തകളായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ പിന്നെ ധ്യാന നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ധ്യാനെ കൂട്ടി കഴിഞ്ഞാല് ധ്യാനം എന്തെങ്കിലും അലമ്പുണ്ടാക്കും. ഞാൻ ഇന്നാൾ ഇന്റർവ്യൂ എടുത്തപ്പോ അതിൽ പറഞ്ഞു ഭരതനാട്യം പഠിക്കാൻ പോയിട്ടുണ്ട്. മ്യൂസിക് പഠിക്കാൻ പോയിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട്. മ്യൂസിക് അവിടെ തന്നെ പൂക്കോട്ട് തന്നെ വീട്ടിൽ തന്നെ പഠിപ്പിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയതാണ്. പക്ഷെ ഡാൻസും പാട്ടൊക്കെ ഇഷ്ടം തന്നെയാണ്. പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. പഠിക്കാൻ ഇഷ്ടമല്ലാതെ പഠിക്കൂലോ. പഠിക്കാനൊക്കെ ഇഷ്ടമായിരിക്കാം. ഡാൻസും പാട്ടും ഇരുന്ന് പഠിക്കാൻ ഇല്ല, ക്ഷമ തീരെ ഉണ്ടാവില്ല. ഒരു ദിവസം ഭയങ്കര കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇവൻ ഈ ക്ലാസ്സില് ഈ എന്താ യൂത്ത് ഫെസ്റ്റിവൽ വരുമല്ലോ. അപ്പോൾ ഒരു ദിവസം ഇവൻ എൻ്റെ അടുത്ത് വെച്ചാൽ മാമ എനിക്ക് ഏട്ടനെ ഇന്ന് പാട്ട് മത്സരമാണ് ഇത്, അപ്പോൾ ഏട്ടൻ പഠിപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഇവർ ബെഡ്റൂം ഞാൻ എല്ലാവരും എനിക്ക് ഒന്നും ഇവനെ പഠിച്ചു മാമ ഞാൻ പഠിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു, ഇവൻ പറഞ്ഞാൽ കേൾക്കണ്ടേ. അപ്പോൾ ഈ പാട്ടിന് ഒരു താളം ഉണ്ടാവില്ല, ഇത് പാടാനറിയില്ല. അപ്പോൾ ഇവൻ സ്പീഡ് പാടും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, ഞാൻ വിനീത് ക്ഷമയോട് പറയും ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ പാടും. അപ്പോൾ ഇവൻ വേഗം പാടി തീർക്കുക. അതാണ് അവന് ദേഷ്യം വന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ധ്യാനം ആക്ച്വലി പാടും കേട്ടോ. ധ്യാനം ഈ കോമഡി പറയുന്ന ക്ഷമയില്ല, പാടും. എന്നിട്ട് പിന്നെ പക്ഷെ ധ്യാനം ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് പാടാൻ പറ്റും. വിനീതേട്ട പോലെ തന്നെ പാടും. പക്ഷെ അന്നേ നല്ല ഒബ്സർവേഷനും ഭയങ്കര മെമ്മറിയൊക്കെയാണ്. ഒരു ദിവസം വന്നിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ വിനീത് കരയുന്നു. ഞാൻ ചെന്നവനെ അതിന് മാമ എൻ്റെ മാസികയല്ലേ കാണുന്നില്ല, ഇത് എവിടെയോ ആരോ വന്ന് കാണുന്നില്ല. അപ്പോൾ ഇവൻ ഈ ബാലരമ അങ്ങനെയുള്ള മാസികകൾ ഇതൊക്കെ വായിക്കുന്ന കൊടുത്തില്ല. അത് വായിച്ച് ഞാൻ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കും. അത് ആ ഷോറൂമിൻ്റെ താഴെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഇങ്ങനെ അടുക്കി വെക്കും. ഇവൻ വന്നിട്ടും അത് കാണുന്നില്ല, എവിടെ പോയിന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ധ്യാനിങ്ങനെ ഞാനൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ സൈലൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ആ അടുക്കളയിൽ പോയിട്ട് അരുണിയോട് ചോദിച്ചു, അരുണെ ഇവൻ്റെ ഇത് ഞാനില്ല മോട്ടെ ഇവൻ വിനീത് വന്നിട്ട് നോക്കുമ്പോൾ കരയുന്നതിന്. ഞാൻ ചോദിച്ചു ധ്യാന് എവിടെയെങ്കിലും പോയിരുന്നു ചോദിച്ചു. അന്നിട്ട് ഞാനൊരു 11 വന്നിടക്ക് ഇവനൊരു എന്തോ സ്നാക്സ് എല്ലാം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അന്നേരം ക്ലാസ്സിന് പോയി തുടങ്ങിയില്ല, പ്രീ KG വീടായിട്ടില്ല. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ നമ്മൾ പൂക്കോട്ട് വീടെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് മേലെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ വരണം. അത് മുറ്റത്ത് ഒരു 5 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രയാങ്കിൾ സൈസുള്ള ഒരു ഇതുണ്ട്, തിട്ട പോലെയുള്ള. അത് 2-3 തെങ്ങും ഒരു തെങ്ങിന് ചുറ്റും ഒരാളെ ആഴത്തിൽ ഒരു കുഴിയുണ്ട്. അങ്ങനെ അരുണ പറഞ്ഞ് ധ്യാൻമോൻ ഞാൻ നോക്കുമ്പോൾ താഴെ നിങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന്. അത് ഞാൻ കണ്ട്. അപ്പോൾ എനിക്ക് തോന്നി താഴെ എന്തിനാ പോയെന്നറിയില്ലല്ലോ. ഇവൻ മുറ്റത്ത് വരെ ഗേറ്റ് അടച്ചിട്ടുണ്ടാകുക. ഞാൻ മെല്ലെ അകത്തേക്ക് വിളിച്ചിട്ട് ഞാൻ മോനെ എന്നാ സംഭവിച്ചത്, നീയാണോ അത് എടുത്തുകൊണ്ട്? പക്ഷെ സത്യം പറയുള്ളൂ. അന്ന് ആ മാമ ഞാൻ എടുത്ത് കൊണ്ടുപോയി കളഞ്ഞു തന്നു. എനിക്ക് എന്തിനാ? അന്നേരം അമ്മ പറഞ്ഞിന് ഇവനെ കൊണ്ട് ഈ പുസ്തകം എവിടെയും കൊണ്ടുപോയി കത്തിക്കണോ, ഇവനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ആരെ കൊണ്ട് ഏട്ടനെ കൊണ്ട്. അപ്പോൾ സംഭവം ശരിയാ. ഇവൻ സ്കൂൾ ബസ് വന്നിട്ട് ഹോൺ അടിക്കും, വിനീത് റെഡിയായിട്ട് അടിക്കും. ഫോൺ അടിച്ചു കഴിഞ്ഞാലും ഇവൻ വായനയായിരിക്കും, ഫോൺ അടിച്ചാൽ പോകില്ല. അപ്പം ഞാൻ തന്നെ ചില സമയത്ത് ശബ്ദം കേട്ടിട്ട് ഞാൻ കൊണ്ടാക്കില്ല. അപ്പോൾ അന്ന് രാവിലെ ഇതുപോലെ വെല്ലടിച്ചിട്ട് വില്ലേജ് സ്കൂളിൽ പോകണോ, ടീച്ചറാണല്ലോ. അപ്പോൾ ഇവർ പോയിട്ട് വേണം ഇവർക്ക് പോകുക. അപ്പോൾ ഭയങ്കര തിരക്കിട്ട് പോകുമ്പോൾ ഹോൺ അടിച്ചൊന്നും കേൾക്കുന്നില്ല. അവസാനം ഇത് വില്ലേജ് വന്ന് നോക്കുമ്പോൾ ഇവൻ വായിക്കാം. അപ്പം ദേഷ്യത്തിന് പറഞ്ഞു പോയാൽ ഇവൻ്റെ ഇപ്പോൾ വായനയും കൊണ്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് എവിടെയും കൊണ്ട് കളയണമെന്ന് ഇവൻ കേട്ടു. അനുസരണയുള്ള മോനല്ലേ, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി കളഞ്ഞാണ്. എന്ത് പറയണ, ഞാനവസാനം ടോർച്ചെടുത്ത് അരുണേനെയും വിളിച്ച് മുള്ളാണ് അതിൻ്റെ ഉള്ളിലിരുന്നത്. ഞാനതിൻ്റെ അകത്ത് ഇറങ്ങി ഇവന് എണ്ണം വരെ കണക്കുണ്ട്, വിനീതിന് ഇത്ര എണ്ണം വരെ കണക്കുണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് എന്ത് നമുക്ക് വഴക്ക് പറയാൻ പറ്റില്ലല്ലോ. അമ്മേനെ ഹെൽപ്പ് ചെയ്ത അങ്ങനെ അമ്മേനെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ എപ്പോഴാ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഒരു ഏജ് എത്തണല്ലോ ധ്യാൻ ചേട്ടന് നിങ്ങളുടെ കൂടെ എത്തലൊന്നുമില്ല, ഇവരെ കൂടെ തന്നെ ഉണ്ടാവും. എത്തൽ പഠിക്കലൊന്നുമില്ല. ഈ ചെന്നൈ പാസ് എപ്പോഴും ഇതായിട്ടൊരു ട്രോള് കുറെ കിട്ടിയ അതൊരു ഇമോഷൻ തന്നെയല്ലേ? ചെന്നൈ ഇമോഷൻ എന്ന് പറയുന്നത്, ചെന്നൈ നമുക്ക് ഒരു പെട്ടെന്ന് പോയാൽ ഇഷ്ടപ്പെടുന്ന ഒരു നഗരമല്ല. അതായത് നമ്മളിപ്പം ഒരു ബാംഗ്ലൂർ പോലെയോ പെട്ടെന്ന് പോയിട്ട് വാവ് എന്ന് പറയുന്ന ഒരു സാധനം അല്ല. ചെന്നൈ ഗ്രോസ് ഓൺ യു എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. അതായത് നമ്മളിൽ ഇങ്ങനെ പടരുകയാണ് ചെയ്യുക. കുറേ കാലം ചെന്നൈയിൽ താമസിച്ച് അപ്പോൾ അങ്ങനെ പടർന്ന് കിട്ടിയ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെന്നൈനെ തള്ളിക്കളയാൻ പറ്റില്ല. പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് പോകുന്നൊരു സംഭവമല്ല അത്. അതിങ്ങനെ
നമ്മളെ മുകളിൽ ഇങ്ങനെ പടരും. അപ്പം വിനീതനായാലും പിന്നെ വിനീതിനെ ആലോചിക്കേണ്ടത് നിങ്ങൾ വെച്ചാൽ 10th മുതൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിനീത് ചെന്നൈയിലാണ്, +1 ഈ വയസ്സ് വരെ ചെന്നൈയിലാണ് വിനീത്. ഇപ്പോഴും അവിടെയാണല്ലോ. അപ്പോൾ ഇപ്പോഴും അവിടെയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാനും ധ്യാനൊക്കെ അവിടെ നിന്ന് വിട്ടു, കൊച്ചിയിലും നാട്ടിലൊക്കെ ആയി. വിനീത് ഇപ്പോഴും അവിടെയാണ്. അപ്പം ആ ഒരു ചെന്നൈൻ്റെ ഒരു ഇഷ്ടം, കാരണം ഒരു അവൻ്റെ വയസ്സിൻ്റെ ഒരു മേജർ ചങ്കും 10ാം ക്ലാസ്സിന് ശേഷം മൊത്തം അവിടെ തന്നെയാണല്ലോ. പിന്നെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ ചെന്നൈ അങ്ങനെയാണ്. ചെന്നൈൻ്റെ ഫുഡ് കൾച്ചർ, ചെന്നൈൻ്റെ നോർമൽ കൾച്ചറും കാര്യങ്ങളും നമ്മളിലേക്ക് ഇങ്ങനെ പടരും. അപ്പോൾ ചെന്നൈ അങ്ങനെ നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു ലോങ് ടേമിൽ നിൽക്കുന്ന ഒരു നഗരമാണത്. അതാണ് ചെന്നൈ പാസത്തിനെ ചെന്നൈ മാസ്റ്റർ.